പത്തനാപുരം പുന്നല കടശ്ശേരി ഫോറസ്റ്റ് പരിധിയിൽ ഭീതിയിലാഴ്ത്തി കാട്ടാനക്കൂട്ടം. വൈദ്യുതി വേലി കൊണ്ടും ഫലമില്ല. വനംവകുപ്പ് വൈദ്യുതി വേലിയും കിടങ്ങും സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. വന്യമൃഗങ്ങൾ നാശം വിതയ്ക്കുന്ന കാർഷിക വിളകൾക്ക് നഷ്ടപരിഹാരവുമില്ല. പിന്നെ ഭയങ്കര പേടിയാ, രാത്രിയിലൊക്കെ കേൾക്കുമ്പോഴേ പേടിയാ, ഇവിടെ ഇരിക്കാൻ തന്നെ പേടിയാ, ബുദ്ധിമുട്ടാ ഭയങ്കര. ആരും തന്നെ ഇതിന് വേണ്ടുന്ന ഒരു സജ്ജീകരണങ്ങളും ചെയ്തു തരുന്നില്ല. പത്തനാപുരം പുന്നല കടശ്ശേരി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ തച്ചക്കോട്, പിറമല, പൊട്ടൻകുഴി, പൂങ്കുളഞ്ഞി തുടങ്ങി ജനവാസ മേഖലയിലാണ് ഭീതി പരത്തി ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുള്ളത്. SFCKയുടെ ഭൂമിയിൽ തച്ചക്കോട്, പൂങ്കുളഞ്ഞി, മാങ്കോട് പ്രദേശങ്ങളിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് SFCKയുടെ റബ്ബർ, കശുമാവ് ഉൾപ്പെടെയുള്ള കൃഷിയും സ്വകാര്യ വ്യക്തികൾക്ക് ഏക്കർ കണക്കിന് പാട്ടത്തിന് നൽകിയിട്ടുള്ള കൈതച്ചക്ക കൃഷിയും സംരക്ഷിക്കാനായി മാത്രമാണെന്നും ആന ഇറങ്ങി വരുന്ന വനാതിർത്തിയിൽ വൈദ്യുതി വേലിയോ കിടങ്ങുകളോ സ്ഥാപിക്കാതെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. SFCK നിർമ്മിച്ച വൈദ്യുതി വേലി ആനകൾ മരം പിഴുതിട്ട് തകർത്ത ശേഷം ജനവാസ മേഖലയിൽ ചക്കയും കൈതച്ചക്കയും തിന്നാനായി എത്തുന്നു. അടുത്തെല്ലാം ഉണ്ട്, അപ്പുറത്ത് വന്നു ഞങ്ങൾ അതിനോട് വന്ന് ആടെയും പിന്നെ കിടന്ന ചക്കകളെല്ലാം വലിച്ചു പറിച്ച് തിന്ന് കവുങ്ങും തടിയെല്ലാം കുത്തി വെട്ട്. ഇല്ല, മൂത്ത മോളെയൊക്കെ ഭയങ്കര പേടിയൊക്കെയാ, പറയുമ്പോഴേ പേടിയാ. കഴിഞ്ഞ ആഴ്ച 2-3 ദിവസത്തിന് മുമ്പേ ഇവിടെ വെച്ചൊരു കൊച്ചു ഇറക്കനി ചാടിക്കുകയൊക്കെ ചെയ്തു. അവൻ പേടിച്ചോടി. കിട്ടുന്നുണ്ടോ നമുക്കറിയത്തില്ല, നമ്മളിവിടെ വരെ വരുന്നുണ്ട്, ഇവിടെ പള്ളിയിലൊന്നും വരുന്നുണ്ട്, അല്ല അങ്ങ് പോകുന്നൊന്നുമില്ല. ആനകളെ തുരത്തി ഉൾവനത്തിലേക്ക് വിടാൻ അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ പ്രദേശവാസികൾ ശബ്ദമുണ്ടാക്കിയും പടക്കം പൊട്ടിച്ചും പാട്ടകൊട്ടിയും തുരത്തിയെങ്കിലും വനമേഖലയോട് ചേർന്ന ജനവാസ മേഖലയിൽ തന്നെ ഇവ നിലയുറപ്പിച്ചിരിക്കുകയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് കൂട് സ്ഥാപിച്ച് പുലി അകപ്പെട്ട പ്രദേശത്തിനടുത്തായാണ് ഇപ്പോൾ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുള്ളത്. SFCK തൊഴിലാളി കുടുംബങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ താമസിക്കുന്ന സ്ഥലമാണിവിടെ. കാർഷിക വിളകൾ ഒന്നുപോലും ഇല്ലാതെ നശിപ്പിക്കുന്നതിനാൽ കർഷകരും ദുരിതത്തിലാണ്. വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിച്ചാൽ ഓഫീസുകൾ കയറിയിറങ്ങി സമയം കളയുന്നതല്ലാതെ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനവാസ മേഖലയായ തച്ചക്കോട്, ചാച്ചിപ്പുന്ന, മാങ്കോട് പ്രധാന റോഡിൽ തച്ചക്കോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു. ആനക്കൂട്ടത്തിന് മുന്നിൽപ്പെട്ട ഇരുചക്രവാഹന യാത്രികരടക്കം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന പാതയിലാണ് കാട്ടാനക്കൂട്ടം മിക്ക ദിവസങ്ങളിലും എത്തുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇവിടെ കാട്ടാന, പുലി, പന്നി, കാട്ടുപോത്ത്, കേഴ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. വന്യമൃഗത്തിൻ്റെ എന്ന് പറയുമ്പോൾ ആന ഇതുവരെ ഇവിടെ ഇല്ലാതിരുന്ന ഒരു സാധനമാണ്. ഇപ്പം നിത്യമായിട്ട് ആന ഇവിടെ ഈ ഏരിയയിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ദിവസവും ആളുകൾ ഇങ്ങനെ ഓടിച്ചു വിടുന്നു. പിന്നെ പന്നി ഒരു വഴിക്കൂട്, മയിൽ, പിന്നെ അതുപോലെ മലയണ്ണാന്, കുരങ്ങ്, ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ്. നമ്മൾ ഒരു കൃഷിയും ചെയ്ത് ജീവിക്കാനൊക്കാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മൾക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ഈ ഭാഗത്ത് നമ്മൾ ഈ പറയുമ്പോൾ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഫോറസ്റ്റോ അല്ലെ കൃഷി വകുപ്പോ അതല്ല എന്നുണ്ടെന്ന് വരില്ല പഞ്ചായത്തോ ആരും തന്നെ ഇതിന് വേണ്ടുന്ന ഒരു സജ്ജീകരണങ്ങളും ചെയ്തു തരുന്നില്ല. വൈദ്യുതി വേലികളും കിടങ്ങുകളും നശിപ്പിച്ചതാണ് പകലും രാത്രിയുമായി വന്യജീവികൾ ജനവാസ മേഖലയിലെത്താൻ കാരണമാകുന്നത്. വനം വകുപ്പും സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനും ഉൾപ്പെടെയുള്ള അധികൃതർ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം ഈ ആ ജംഗ്ഷൻ്റെ അപ്പുറത്തെ എൻ്റെ വീടിൻ്റെ 2ാമത്തെ വീടിൻ്റെ മുറ്റത്തൂടെ വന്ന് ആ പ്ലാവ് ഒലിക്ക് നേരെ വയലിലിറങ്ങി അവിടുന്ന് മേളിൽ കൂടെ വന്നിട്ട് ഇവിടെ വന്ന് ഈ ഒറ്റാനക്കുഴി വന്ന് ഇന്നലെ നമ്മുടെ ലീലമ്മയുടെ പ്ലാവ് ഒരെണ്ണം തെള്ളി ഇട്ടിട്ട് അതിൻ്റെ ചക്കയും പറിച്ചിട്ട് ആ പ്ലാവ് അവിടെ കിടപ്പുണ്ട്. ഇന്നലെ വൈകിട്ടത്തെ കാര്യം അത്. ദിവസവും ഉണ്ട്, ഒരു ദിവസം ഇല്ലാഴിയല്ല. പിന്നെ അവർ ഈ സോളാർ വലിക്കുന്നുണ്ട്. രക്ഷയുണ്ടോയെന്ന് ചോദിച്ചാൽ അവരിപ്പം സ്റ്റാർട്ടിങ് മിനിഞ്ഞാന്ന് 4-ാം നാളെ ഇടാൻ തുടങ്ങിയത്. എന്നിട്ട് അതിൻ്റെ ഒരു കമ്പിയം കണ്ടത് എടുത്തിട്ട് കയറിയെന്നാണ് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.